നമുക്ക് 1916 ലക്നൗ കരാർ അഥവാ ലക്നൗ ഉടമ്പടി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലക്നൗ പാക്റ്റ് എന്താണെന്ന് പരിചയപ്പെടാം. 1906 മുസ്ലിം ലീഗ് രൂപീകൃതമായതു മുതൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ചായിരുന്നില്ല പ്രവർത്തിച്ചത്. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും താൽപ്പര്യങ്ങൾ പരസ്പര വിരുദ്ധമല്ലെന്ന് പ്രധാനപ്പെട്ട ലീഗ് നേതാക്കളായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ്, മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി മുതലായ മുസ്ലിം നേതാക്കൾ മുസ്ലിം ജനവിഭാഗത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഓക്കെ, അപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ചല്ല പ്രവർത്തിച്ചിരുന്നത്, അല്ലേ? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഒരുമിച്ചായിരുന്നില്ല അവർ പ്രവർത്തിച്ചിരുന്നത്. അവരുടെ മനസ്സിലുണ്ടായിരുന്നത് എന്ത്? ഞങ്ങളുടെ താല്പര്യങ്ങൾ പരസ്പര വിരുദ്ധമാണ് എന്ന ചിന്താഗതി കൊണ്ട് ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരുന്നില്ല. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ലീഗ് നേതാക്കളായിരുന്ന അലി ബ്രദേഴ്സ് കൂടാതെ മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നിവരെല്ലാം ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും താല്പര്യങ്ങൾ ഒന്നു തന്നെയാണ്, നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം സ്വാതന്ത്ര്യം നേടുക എന്നത് തന്നെയാണ് എന്ന് എല്ലാ ജനവിഭാഗങ്ങളെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. 1916 മുസ്ലിം ലീഗിൻ്റെയും INCയുടെയും സമ്മേളനങ്ങൾ ഒരേ സ്ഥലത്ത് വെച്ചാണ് നടന്നത്. 1916 INC സമ്മേളനം നടന്നത് ലക്നൗവിലാണ്. ഓക്കെ, 1916 INC സമ്മേളനം നടന്നത് എവിടെയാണ്? ലക്നൗവിൽ വെച്ചാണ്. ഈ സമ്മേളനത്തിൽ വെച്ചാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച്. നമ്മൾ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത്യാവശ്യം ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചാണ് എന്ന് പറഞ്ഞു. ഇവിടെ വെച്ച് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഒരു ധാരണയുണ്ടായി. അങ്ങനെ മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ എന്താണ്? ലക്നൗ പാക്റ്റ് അഥവാ ലക്നൗ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ്. ഈ ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചത് ആരാന്ന് നമുക്കറിയാം. ആരൊക്കെയാണ്? മുഹമ്മദ് അലി ജിന്നയും ബാലഗംഗാധര തിലകും തമ്മിലാണ് എന്ത് ഒപ്പുവെച്ചത്? ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചത്. മുഹമ്മദ് അലി ജിന്നയും ബാലഗംഗാധര തിലകും തമ്മിലാണ് എന്ത് ഒപ്പുവെച്ചത്? ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചത്. ഈ ഉടമ്പടി പ്രകാരമാണ് ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഇനി അവിടെ ഈ ലക്നൗ സമ്മേളനത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ? മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച് ചേർന്ന സമ്മേളനം കൂടിയാണ്. നമ്മൾ പറഞ്ഞു 1907 സൂററ്റ് സമ്മേളനത്തിൽ വെച്ച് എന്ത് ചെയ്തു? മിതവാദികളും തീവ്രവാദികളും വേർപിരിഞ്ഞെങ്കിൽ 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചാണ് മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച് ചേർന്നത് എന്നോർത്തിരിക്കുക. ഓക്കെ, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ 1916 ലക്നൗ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണെന്ന് വെച്ചാൽ അത് AC മജുംദാറാണ് എന്നും ഓർത്തിരിക്കുക. അംബിക ചരൺ മജുംദാർ, അതാണ് AC മജുംദാർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലക്നൗ കരാറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇനി ആ കരാറിൻ്റെ മറ്റു വശങ്ങളിലേക്ക് വരാം. ഈ ലക്നൗ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് മന്ത്രിസഭാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തി. കൂടാതെ അവർക്ക് നിയമനിർമ്മാണ സഭയിൽ റിസർവേഷൻ, അതായത് പ്രത്യേക നിയോജക മണ്ഡലങ്ങളും എന്ത് ചെയ്തു? ഉറപ്പ് നൽകി. അപ്പോൾ ഈ കരാറിൽ മുസ്ലിം ലീഗ് ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി അവർക്ക് കുറേ വാഗ്ദാനങ്ങൾ അല്ല ഓഫറുകളൊക്കെ മുന്നോട്ട് വെച്ചു. അത് കരാറായി തന്നെ എഴുതപ്പെടുകയും ചെയ്തു. അപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിൽ പ്രാതിനിധ്യം എന്ന് വെച്ചാൽ നിയമനിർമ്മാണ സഭ, അതിൻ്റെ ഭാരവാഹിത്വത്തിലേക്ക് മുസ്ലിം ലീഗ് അംഗങ്ങളെ തിരഞ്ഞെടുക്കാം എന്ന് ധാരണയുണ്ടായി. പ്രത്യേക നിയോജക മണ്ഡലങ്ങളും ഉറപ്പ് നൽകി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉറപ്പ് നൽകി ഉണ്ടാക്കിയ ഈ കരാർ കൊണ്ട് പ്രത്യേകിച്ച് നേട്ടം ദേശീയ പ്രസ്ഥാനത്തിനുണ്ടായില്ല. വിഘടനവാദത്തിന് ശക്തി പകരാൻ മാത്രമാണ് ഇത് ഉതകിയത് എന്നോർക്കുക. വിഘടനവാദത്തിന് ശക്തി പകരാൻ മാത്രമാണ് ഈ കരാർ ഉതകിയത്. പിന്നീട് പാകിസ്ഥാൻ എന്ന് പറയുന്ന മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാജ്യം എന്ന് പറയുന്ന ആശയത്തിന് വഴിമരുന്നിട്ട അല്ലെങ്കിൽ അടിത്തറയിട്ട ഒരു കരാർ കൂടിയായിരുന്നു എന്ത്? ലക്നൗ കരാർ. ശരിയായ അർത്ഥത്തിലാണ് ഇത് തയ്യാറാക്കപ്പെട്ടതെങ്കിലും വിപരീത അർത്ഥത്തിലേക്ക് എത്തിപ്പെട്ട കരാറായിരുന്നു എന്തെന്നോർക്കുക? ലക്നൗ കരാർ എന്നോർക്കുക. ഭാവിയിലെ പാകിസ്ഥാൻ അടിത്തറ പാകുവാൻ മാത്രമേ ഈ കരാർ കൊണ്ട് കഴിഞ്ഞുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം.